സിനിമയിൽ ചേട്ടൻ സൈക്കോ ബാലനായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ റെഫറൻസ് എടുത്തത് ശ്രീനിവാസൻ്റെ മൂതനോടി അസോസിയേറ്റിലെ ആ ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അപ്പം അത് എത്രത്തോളം ഹെൽപ്പായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്? അതല്ല ഞാൻ കോപ്പി അടിച്ചത്, രോമാഞ്ചത്തിൽ അർജുൻ്റെ ഷോയാണ്. ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേൾക്കുമ്പം. സൈക്കോ ബാലേന്ദ്രൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. പപ്പേട്ടൻ പറഞ്ഞപ്പം ഇങ്ങനെ ദീപുവിനെ പ്രവീൺചേട്ടനെ ഫസ്റ്റ് അവിടെ ദീപു എന്നെ വിളിച്ചു, കഥ പറഞ്ഞു. കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ് ആയിരുന്നു. സൈക്കോയുടെ പ്രവർത്തികൾ ചെന്ന് ക്യാമറയുടെ മുന്നിൽ നിന്നപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഒറ്റ മുഖം ഓർമ്മ വരുന്നുള്ളൂ അർജുന ഷോ. അവനെ അങ്ങനെ എന്നെ കോപ്പി അടിക്കാൻ നോക്കി. അത്ര ഇത് ഹോട്ട്സ്റ്റാറിന്റെ മൂന്നാമത്തെ വെബ് സീരീസ് ആണ്. ഇതിനു മുമ്പ് ചെയ്ത 2 വെബ് സീരീസുകളും സിനിമ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടേഴ്സാണ്. താങ്കൾ ഒരു ഡെബ്യൂട്ടായിട്ട് ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ എങ്ങനെ അത്രത്തോളം ടഫായിരുന്നു നിങ്ങൾ ഇത്രയും കാസ്റ്റിംഗ് പോലെ വെച്ചിട്ട് ചെയ്യാനായിട്ട്? ടഫായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ചെയ്യുന്ന വർക്കാണിത്. ഞാൻ എന്നാലും കുറച്ച് വർഷങ്ങളായിട്ട് ഞാനിവിടെ അസിസ്റ്റന്റ് സഹസംവിധായകനായി വർക്ക് ചെയ്യുന്നുണ്ട് മലയാള സിനിമയിൽ. അപ്പോൾ അവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസുകളും പിന്നെ ഗുരുക്കന്മാരുടെ അടുത്ത് കിട്ടിയ എക്സ്പീരിയൻസുകളും ഒക്കെ എനിക്ക് ഇത് കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ എനിക്ക് ഹെൽപ്പായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു വെബ് സീരീസ് എന്നുള്ള രീതിയിൽ സിനിമയേക്കാൾ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. കുറച്ചുകൂടെ ആക്ടേഴ്സിൻ്റെ ലൈഫ് ഉണ്ട്, കുറച്ചുകൂടെ ക്യാരക്ടേഴ്സിൻ്റെ ലൈഫ് ഉണ്ടാവും, അവരുടെ കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ. പിന്നെ പരമാവധി ഈ ഹ്യൂമർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടുള്ളത് ഇവരെ പേടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ക്യാമറയുടെ മുന്നിൽ വരുന്നവർക്ക് ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ പോലും മുഖത്തെ ടെൻഷനൊക്കെ മറച്ചു പിടിച്ചൊരു ചിരി വെച്ചിട്ടാണ് ഞാൻ ഇവിടത്തേക്ക് പോകുന്നത്. അപ്പോൾ ആർക്കും ഒരു ടെൻഷൻ ഇല്ലാതെ എല്ലാവർക്കും കംഫർട്ട് സോൺ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ മാക്സിമം പെർഫോമൻസ് പുറത്തെടുക്കാനാണ് നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു എനിക്ക് എല്ലാവരുടെയും ഒരു മാക്സിമം പെർഫോമൻസ് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാസർഗോഡിന് ശേഷം വരുന്ന ഒരു വെബ് സീരീസ് ആണിത്. അപ്പം നേരത്തെ ചോദ്യത്തിന് അഡീഷൻ സണ്ണി ഇപ്പം പറഞ്ഞ അർജുൻ സണ്ണിയുടെ റിയൽ ലൈഫ് അടിച്ചത്. അപ്പൊ ആക്ച്വൽ സൈക്കോ ഇവിടെ